All acts aiming at each man's self-happiness must spell at once the happiness of the other fellow man. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഒരാൾ രാത്രിയും പകലും ഇരുന്ന് ജോലി ചെയ്യാൻ എന്തിനാണ്? ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി ഒന്നുമാണ്. എനിക്ക് ഭാര്യ മക്കളൊന്നും ഇല്ല, എന്നിട്ടും അയാൾ ചെയ്യുന്നുണ്ട്. എന്തിന്? ലോകത്തിന്, നാളെ വരാൻ പോകുന്ന ലോകത്തിന് നന്മ ചെയ്യണമെന്നൊരൊറ്റ ഉദ്ദേശം അയാൾക്കുള്ളൂ. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിടുന്നു. കൃപണൻ, കൃപാലിൻ്റെ എതിരാണ് കൃപണൻ. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കണം. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം. അവന് ചെയ്തിട്ടും കർമ്മം വിജയിക്കുന്നില്ല. ഒരാൾക്ക് തനിക്ക് വേണമെന്നുള്ള ആഗ്രഹമേ ഇല്ല, അയാൾ ചെയ്യുന്നതെല്ലാം വിജയിക്കും. For the sake of fellow men, unceasing day and night, unstinting strives the kindly man. The niggard lying prone, what frustrations toil undertakes, that is for his own sake alone. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. What here we view as this man's or that, reflection reveals to be the self's prime form. That conduct adopted for one's self-happiness, and there's happiness but also secure at once. ഒരുവന് നല്ലതും അന്യനല്ലനും ചേർപ്പൊരു തൊഴില് ആത്മവിരോധി ഓർത്തിടണം. പരന് പരം പരിതാപമേകിടുന്നു, രീതി നരകാബ്ധിയിൽ വീണെറിഞ്ഞിടുന്നു. എനിക്ക് കൊള്ളാമെന്ന് മാത്രം പറഞ്ഞ് ചെയ്യരുത്. എനിക്ക് കൊള്ളാമെങ്കിൽ മറ്റവനും കൂടെ കൊള്ളാമെന്നാണോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ അതൊരു നല്ല കർമ്മമായി തീരുകയുള്ളൂ. ഇത്ര ഞാൻ പറഞ്ഞതോടുകൂടി 25 ശ്ലോകങ്ങൾ നമ്മൾ തീർത്തു. നടക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഋഗ്വേദത്തിൻ്റെ 10 മണ്ഡലം എടുത്ത് ഓരോന്നിൻ്റെയായ അർത്ഥവും അതിൻ്റെ അന്വയവും പറഞ്ഞ് വ്യാഖ്യാനം എഴുതുകയാണ്. I am now writing the commentary on Rigveda, which is the very basic book written by rishis, not actually written, contemplated by rishis. When we think of Vedas, we think some far-off thing which is not accessible to us. But when we look into the subject matter of the Veda, the subjects are earth, water, fire, air, and space. Prithvi, Jalam, Agni, Vayu, Agasham. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നമുക്ക് ഈ ലോകത്തിലുണ്ടോ? അപ്പം ഈ ലോകത്തെ വിട്ട് അവരൊന്നും പറയുന്നില്ല. ഇവിടെ ഏത് ലോകത്ത് നാം ജീവിക്കുന്നു അവിടെയുള്ള വിഭവങ്ങളെപ്പറ്റി ഓരോന്നും എടുത്ത് ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കും.
എന്ന് പറയുകയാണ്. ഇതിലേതെങ്കിലും മണ്ണങ്ങ് വേണ്ടെന്ന് വെച്ചോളെ. മണ്ണങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒന്നും കാണില്ല. മണ്ണുണ്ടായാലും ഉണക്ക മണ്ണ് അവിടെ ഇങ്ങനെ കിടന്നാലും എന്ത് പ്രയോജനം? അതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വീഴണം. വെള്ളം ഇങ്ങനെ ഒരു കുറച്ച് നന്ന് കെട്ടി നിന്നാൽ ചില അനക്കങ്ങളൊക്കെ അതിനകത്ത് കണ്ടു തുടങ്ങും. ജീവൻ അതിലുണ്ടായിരുന്നു. അപ്പൊ ജീവൻ വരണമെങ്കിൽ ആദ്യം ഈ 3 എണ്ണം ഉണ്ടാവണം. ഈ 3 എണ്ണം മാത്രമല്ല, വെയിൽ വന്നറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ അനക്കമൊക്കെ ഉണ്ടായത്. അപ്പൊ വെള്ളം തന്നെയാണ് ജീവനാകുന്നതെങ്കിലും ആ ജീവനകത്ത് വെള്ളത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രകാശം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നതാണ് ദൈവം, വെളിച്ചം എന്ന് പറയുന്നതാണ് ദൈവം. ഇപ്പൊ ആധുനിക ശാസ്ത്രം പറഞ്ഞ് ഞങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കട്ടെ ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നമ്മളിവിടെ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തൊക്കെ ഒരുപാട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഈ ആകാശം എന്ന് പറയുന്നത് പലതും അതിനകത്ത് പറന്ന് നടക്കുന്നുണ്ട്. അത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറും. അത് വെള്ളത്തിലേക്ക് അലിയാൻ തുടങ്ങും. ഉപ്പ് വെള്ളത്തിൽ വീണാൽ പിന്നെ കാണില്ല. പഞ്ചസാര വെള്ളത്തിൽ വീണാൽ കാണുകയില്ല. ഉപ്പും പഞ്ചസാരയും വേണം വെള്ളത്തിനകത്ത് തന്നെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഴുക്കിങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. അതിനകത്തൂടെ ഒരു പ്രകാശരശ്മി കയറിപ്പോയാൽ വൈദ്യുതി ഉണ്ടാകും, ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഒരു വൈദ്യുതിയുടെ പ്രസരം ഉണ്ടായാൽ അവിടെ ഒരു മാഗ്നറ്റിസം ഉണ്ടാവും, അവിടെ ഒരു ആകർഷണം ഉണ്ടാവും. അങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ അവർ നമ്മളോട് പരലോകത്തെ പറ്റി ഒന്നും പറയാനല്ല തുടങ്ങുന്നത്. അവർ ഇഹലോകത്തിൽ, നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുകയാണ്. അതിപ്പോൾ ഞാൻ 5 സൂക്തങ്ങളെ എഴുതി. 4 സൂക്തം മലയാളത്തിൽ എഴുതി, 5 സൂക്തങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി. എന്നിട്ട് ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കി. ഒരു ദിവസം എനിക്ക് ഒരു മന്ത്രം എഴുതാൻ കഴിയുന്നുള്ളൂ. ഈ ആദ്യത്തെ 10 സൂക്തങ്ങൾ എഴുതാൻ കൊള്ളാമെന്നുണ്ട്. ഈ 10 സൂക്തങ്ങളിൽ കൂടി ഓരോ മന്ത്രം വെച്ച് എഴുതി ചെല്ലുകയാണെങ്കിൽ ഞാൻ ഇനി ഒരു 10-20 കൊല്ലം കൂടെ ജീവിച്ചിരുന്നാലേ അത് തീരുള്ളൂ. മുഴുവൻ എനിക്ക് എഴുതണമെങ്കിൽ ഞാൻ ഇനി 60 വർഷം കൂടെ ജീവിച്ചിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും പേര് കാശിക്ക് പോകുന്നു, ഹിമാലയത്തിന് പോകുന്നു, അവിടെ പോകുന്നു. അപ്പം എനിക്കും ഒരു തീർത്ഥയാത്രയാകട്ടെ. 1-ാം മണ്ഡലത്തിൽ നിന്ന് 10-ാം മണ്ഡലത്തിലേക്കൊരു തീർത്ഥയാത്ര. 60 കൊല്ലം കൊണ്ടേ അവിടെ എത്തുന്നെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ താഴെ വീണ് ചത്തു. പക്ഷെ ചാവുന്ന സമയത്ത് ഒരു മന്ത്രം ഓർത്തോണ്ടായിരിക്കുമല്ലോ ചാവുന്നത്. അപ്പൊ എൻ്റെ തീർത്ഥയാത്ര എല്ലാ തീർത്ഥയാത്രകളെക്കാളും നല്ലതാണ്. 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഋഷിമാർ പറഞ്ഞ ആ മന്ത്രത്തിനെ ഉരുവിട്ട്